The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen and the price of pencil? ഒരു കഥ പോലെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പെന്നും പെൻസിലും ആണ് കഥയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സ് അല്ലെ. ഇപ്പൊ പെന്നുണ്ട്, പെൻസിലും ഉണ്ട്. ഇനി പറഞ്ഞത് ഓരോന്നും നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാം, അതായത് വരച്ച് എന്തൊക്കെയാണോ പറഞ്ഞത് അത് നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതാം. പ്രൈസ് ഓഫ് 4 pens and 3 pencils. 4 pens and 3 pencils. 66 rupees. 66 rupees. ഇതാണ് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ. അപ്പോ 4 പെന്നും 3 പെൻസിലും ഒന്നിച്ച് വാങ്ങിച്ചപ്പോ 66 രൂപയായി. അപ്പൊ ഒരു പെന്നിന്റെ പ്രൈസ് ഞാൻ എക്സ് ആയിട്ടും പെൻസിലിന്റെ പ്രൈസ് വൈ ആയിട്ടും എടുത്താല് എനിക്ക് എങ്ങനെ പറയാം? 4 into എക്സ് ആണ് പെന്നിന്റെ മൊത്തം വില അല്ലെ. 4 into എക്സ്. അപ്പൊ 4x പ്ലസ് അതുപോലെ 3y ആണ് പെൻസിലിന്റെ മുഴുവൻ വില. 3 into y. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോഴാണ് മൊത്തം പ്രൈസ് 66 എന്ന് കിട്ടിയത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ. അത് ഇരിക്കട്ടെ. ഈ രണ്ടാമത്തെ നോക്കാം. ദ പ്രൈസ് ഓഫ് 7 pens. 7 pens and 3 pencils. 3 pencils is 111. ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോ 7 പെൻസും 3 പെൻസിൽസും ഒന്നിച്ച് വാങ്ങിയാൽ 111. നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുമ്പം 7x plus 3y equal to 111 എന്ന് കിട്ടും. അതായത് 7x ആണ് പെൻ വാങ്ങിയപ്പോൾ കിട്ടിയ അല്ലെങ്കിൽ ചെലവാക്കിയ മുഴുവൻ കാശ്. 3 into y ആണ് പെൻസിൽ വാങ്ങിച്ചപ്പോൾ ചെലവാക്കിയ മുഴുവൻ കാശ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 111 കിട്ടിയെന്നാണ് അർത്ഥം. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും കിട്ടും. എക്സും വൈയും ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അല്ലേ. പെന്നിന്റെയും പെൻസിലിന്റെയും പ്രൈസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് നമ്പർ ഇടാം. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം y എന്ന് പറയുന്ന ആൾക്ക് ഒരേ കോഎഫിഷ്യന്റ് ആണ്, സെയിം കോഎഫിഷ്യന്റ് ആണ്. ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ അത് റിമൂവ് ആയിക്കോളും അല്ലെ. അതുമല്ല ഇതിലിപ്പോ വലിയ നമ്പർ താഴെയാ, ചെറിയ നമ്പർ മുകളിലാ. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പത്തിന് ഒന്ന് തല തിരിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ എളുപ്പം ഉണ്ടാവും. അപ്പൊ നമുക്ക് ദിസ്, അതായത് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് ചെയ്യാം. ഓക്കെ, അതായിരിക്കും എളുപ്പം. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. മറ്റേപോലെ ചെയ്താലും ആൻസർ കിട്ടും, പക്ഷെ എന്നാലും ഒന്നും കൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെയ്യുമ്പം നോക്കിക്കോ. സബ്ട്രാക്ട് ചെയ്യുമ്പം 7x minus 4x വരും അല്ലെ. 7 minus 4 3 ആണ്. അപ്പൊ 7x minus 4x എന്ന് പറയുന്നത് 3x ആയി. അതുപോലെ 3y minus 3y അത് ക്യാൻസൽ ആയി പോയി അല്ലെ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോയി. നമ്മളിപ്പോൾ ചെയ്യുന്നത് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പം y ക്യാൻസൽ ആയി. പിന്നെ ഉള്ളത് 111 minus 66. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 45 എന്ന് വരും അല്ലെ. ഓക്കെ, അപ്പം 3x ആണ് 45 എന്ന് കിട്ടിയത്. 3x equal to 45 എന്ന് പറഞ്ഞാൽ x കിട്ടണമെങ്കിൽ ഞാൻ ആ 3 എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം അല്ലെ. 3യുടെ ഇപ്പോഴത്തെ ജോലി അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 into x ആയിരിക്കുന്നത്. അപ്പുറത്തോട്ട് പോകുമ്പോഴോ ഡിവിഷൻ ആവും. അപ്പൊ 45 by 3 15 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ എക്സ് ആരായിരുന്നു? എക്സ് എന്ന് പറയുന്നത് പെന്നിന്റെ പ്രൈസ് ആയിരുന്നു. അതാ നമുക്കിപ്പോ കിട്ടിയത്. പെന്നിന്റെ പ്രൈസ് 15 rupees ആയിരുന്നു. ഇനി y കണ്ടുപിടിക്കണം. y കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സും വൈയും കൂടിയുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ഈ ഇക്വേഷനിലോട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എക്സിന് ഇപ്പൊ കിട്ടിയത് 15 ആണല്ലോ. ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 4 into എക്സിന്റെ പ്ലേസിലോട്ട് അല്ലെ, എക്സിന്റെ പ്ലേസിലോട്ട് 15 എന്ന് കൊടുക്കണം. ഇവിടെ എക്സ് ഇരിക്കുന്നിടത്തോട്ട് 15 എന്ന് കൊടുക്കണം. അത് പറയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 into 15 plus 3y equal to 66 എന്ന് വന്നു. 4 into 15 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോ 60 plus 3y equal to 66. അപ്പൊ 3y is equal to ആ 60 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. 66 minus 66 എന്ന് കിട്ടും. അപ്പൊ വൈയോ നമുക്ക് കയ്യിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 3y equal to 6 എന്നായിരുന്നു. അപ്പൊ y കിട്ടണമെങ്കിൽ 3 എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് 3യുടെ ഇപ്പോഴത്തെ ജോലി എന്താണോ എന്ന് നോക്കണം. 3 ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 6 divided by 3. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ആളെ ആദ്യം എഴുതണം, എന്നിട്ട് 3നെ താഴെ എഴുതാവുള്ളൂ. 6 divided by 3 ആണ്. പല കുട്ടികളും തിരിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. 3 divided by 6 അങ്ങനെ ചെയ്യരുത് കേട്ടോ. 6 ഓൾറെഡി ആ സൈഡിലുണ്ട്. ആ നമ്പർ എഴുതി കഴിഞ്ഞിട്ട് 3നെ divide by 3 എന്ന് എഴുതാവുള്ളൂ.
ടു എന്ന് കിട്ടി. പെൻസിലിന്റെ പ്രൈസ് ആയിരുന്നു y, അപ്പൊ അത് 2 rupees ആണെന്ന് കിട്ടി. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. അതായത് പ്രൈസ് ഓഫ് ദി പെൻ എന്ന് പറയുന്നത് 15ഉം പ്രൈസ് ഓഫ് ദി പെൻസിൽ എന്ന് പറയുന്നത് 2 rupees ആയിരുന്നു. കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.